ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ഞാൻ എപ്പോഴും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീകൃഷ്ണൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. എന്ന് വെച്ചാൽ നാളെ ഏകാദശിയാണല്ലോ. അപ്പോൾ ഏകാദശി ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ കൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷവും ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ഇത് ചെറിയൊരു ഇതാണല്ലേ, പക്ഷെ എനിക്ക് ആ ചെറിയൊരു ഫോട്ടോ ആയാലും ഇത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ കൃഷ്ണൻ്റെ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. അത് വലുതൊന്നും അല്ല കേട്ടോ, കുഞ്ഞു 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 വിഗ്രഹങ്ങൾ. അത് എന്ന് വെച്ചാൽ ഞാൻ അമ്പലപ്പുഴയിലും ഗുരുവായൂരൊക്കെ പോയ സമയത്തും അല്ലാതെ എപ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്നു അപ്പോഴൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയ വിഗ്രഹങ്ങളുണ്ട്. ഒരു ഏറ്റവും വലുതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഇടത്തരം മീഡിയം ലെവലിലൊരു വിഗ്രഹമാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിലും ഇരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഇടത്തരം വിഗ്രഹമാണ്. ഇഷ്ടംപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളതാണ് ഇതും. പിന്നെ വേറെ ഇടത്തരം ഒരു കൃഷ്ണനാണുള്ളത്. എനിക്ക് എന്നുവെച്ചാൽ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ കൃഷ്ണനെ കാണുമ്പോഴും കൃഷ്ണനെക്കുറിച്ച് കേൾക്കുമ്പോഴും കൃഷ്ണൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള സമയത്തൊക്കെ ഒരു സ്നേഹമാണ് കൃഷ്ണനോടുള്ളത്. അത് കൃഷ്ണനെ ഇപ്പോൾ ഞാൻ വലിയ കൃഷ്ണനായിട്ടെന്ന് വെച്ചാൽ വലിയതായിട്ടല്ലേ ഗുരുവായൂരപ്പ എന്ന് നമ്മൾ വിളിക്കുമ്പോഴും എനിക്ക് അമ്പാടി കണ്ണനായിട്ട് ഉള്ള ഒരു രൂപമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാനതിനെ ലാളിക്കാനും സ്നേഹിക്കാനും നമ്മൾ എടുത്തു വെച്ച് കൊഞ്ചിക്കാനൊക്കെ തോന്നുന്ന ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത് കൃഷ്ണനോട്. ആരാധിക എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ആരാധിക എന്ന് പറയുമ്പോൾ ഒരു കൃഷ്ണനോടൊരു ആരാധികയൊക്കെ എന്തോ ഒരു ആരാധന വരുന്നുണ്ട്. ഒരു ആരാധനയല്ല എനിക്ക് കൃഷ്ണനോടുള്ളത്. എനിക്ക് കൃഷ്ണനോടുള്ള സ്നേഹവും ലാളനയും കളിക്കാനും ചിരിക്കാനും ഒക്കെ കൂടെ ഉള്ള എൻ്റെ ഒരു കുഞ്ഞില്ല. നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അങ്ങനെ കുഞ്ഞിനെ നമ്മൾ നോക്കുന്നത്, കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു വാത്സല്യം സ്നേഹമൊക്കെ എനിക്ക് ആ ഒരു ഇതാണ് കൃഷ്ണനെ ഞാൻ കണ്ടിട്ടുള്ളൂ. കൃഷ്ണനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷം അത് കാണുമ്പോഴും എടുക്കുമ്പോഴൊക്കെ. ഗുരുവായൂർ എനിക്ക് പോകാൻ 2 തവണ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും വയസ്സിനിടയ്ക്ക്, ഇത്രയും പ്രായത്തിനിടയ്ക്ക് ആ 2 തവണയും ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. അതെനിക്ക് ഏറ്റവും മനസ്സിന് ഏറ്റവും ഉള്ള ഒരു വിലയേറിയൊരു സമയം തന്നെ, അത് ഓർമ്മയൊക്കെ തന്നെ. പിന്നെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കൃഷ്ണനും കൂടി എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അന്ന് ഞാനവിടെ പോവും. എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഓരോരോ കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്യണം എന്ന ആഗ്രഹം നമുക്ക് വരും, പോകണം, നമുക്ക് തൊഴണം ഒക്കെ. പക്ഷേ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ ആ ഒരു കാര്യത്തിനോടൊക്കെ എനിക്ക് അവരോട് അസൂയൊക്കെ ഉണ്ട്. കാര്യം ചിലർക്ക് എന്നും പോകാൻ പറ്റും, ചിലർക്ക് ആഴ്ചയിൽ പോകാൻ പറ്റും. ദൂരമുള്ളവരൊക്കെ വരും, അടുത്തുള്ളവർക്കൊക്കെ പിന്നെയും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭാഗ്യമുള്ളവരുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ആലോചിക്കുമ്പം, നമുക്കൊരു ഭാഗ്യമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രത്തോളം കൃഷ്ണനെ സ്നേഹിക്കുന്നു അത്രത്തോളം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും. കാര്യം എന്നെ കൈപിടിച്ച് എണീപ്പിക്കുന്നതും ഓരോരോ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ വരുമ്പോഴും സമാധാനിപ്പിക്കുന്നതും അതൊരു പാട്ട് രൂപയിലായിരിക്കും, അത് ഒരു വിഗ്രഹത്തിന് കാണുന്നതിലൂടെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുന്നതിലൂടെയായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞുള്ള അറിവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും വചനങ്ങളായിരിക്കും, അത് നാമജപങ്ങളായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യം നമ്മളെപ്പോഴും ഫോണിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നല്ല വിഷമത്തിലിരിക്കുമായിരിക്കും. അത് മിക്കുള്ളവർക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യമല്ലേ. എന്നുവെച്ചാൽ നമ്മളെന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭക്തിഗാനമായിരിക്കും, അല്ലെങ്കിൽ വചനങ്ങളായിരിക്കും, ആരെങ്കിലുമൊക്കെ എഴുതിയിടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നോട്ടുകളായിരിക്കും. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടല്ലോ ഒരു കിട്ടുന്ന സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ആശ്വാസം അവിടെ കിട്ടും. അത് നമ്മൾ കൃഷ്ണനായിട്ട് നമുക്ക് തരുന്നേ അല്ലേ. നമ്മളിപ്പോൾ അവിടെ പോയി അമ്പലത്തിൽ പോയി നിൽക്കണമെന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ മുന്നിൽ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരോടുണ്ട്, മനസ്സറിഞ്ഞുണ്ട്. എന്തൊക്കെ പ്രശ്നം വന്നാലും എന്താ പറയുക, നമ്മളിങ്ങനെ എണീറ്റ് നടക്കും നല്ല ധൈര്യത്തോടുകൂടി, നല്ല വിശ്വാസത്തോടു കൂടി. അതുപോലെ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ഇങ്ങനെ കരകയറി വരും നമ്മൾ. അത് ഒരു 100% അല്ല, അതിൽ കൂടുതൽ എത്ര ശതമാനം കൊടുക്കാൻ പറ്റും അത്രയും ശതമാനം ഞാൻ കൊടുക്കും. കാര്യം ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്തും എൻ്റെ നക്ഷത്ര രോഹിണിയാണ്. അപ്പം നമ്മൾ രോഹിണി എന്ന് പറയുന്നത് ഒരു
എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കുഞ്ഞുനാളിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അയ്യോ രോഹിണിയോ അപ്പോൾ കൃഷ്ണന് ഒരുപാട് 16,008 ഭാര്യമാരുണ്ട് പെണ്ണുങ്ങളുടെ അങ്ങനെ നമ്മളങ്ങനെ കേട്ട് നമുക്ക് അതിനുള്ള ആ സമയത്ത് നമുക്ക് അതിനുള്ള അറിവില്ല. പക്ഷെ ഇപ്പം എനിക്ക് ആ രോഹിണി നക്ഷത്രം നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ബുദ്ധിമുട്ടും ജീവിതത്തിൽ വന്നിട്ടുള്ള വ്യക്തി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഓരോ വിഷയങ്ങൾ നടന്നു കഴിയുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ നടന്നു കഴിയുമ്പോഴും നമുക്കൊരു പ്രത്യേക തൻ്റെടം, എനർജി, വിശ്വാസം മറ്റുള്ളവരെ കാണും ചിലപ്പോൾ നമ്മൾ അഹങ്കാരിയായിട്ടൊക്കെ തോന്നും. ഇതൊക്കെ നമുക്ക് കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് സത്യത്തിൽ ഇത് കൂടിയിട്ടുള്ളൂ കേട്ടോ. എന്നെപ്പോലെ മിക്കുള്ളവരും കാണും, മിക്ക പെൺകുട്ടികളും ആൺകുട്ടികളും കാണും. അവർക്കൊരു പ്രത്യേക ധൈര്യം കൂടും. അവർക്ക് പ്രത്യേകം തൻ്റെ ജീവിക്കാനുള്ളൊരു വാശി, അല്ലെ ജീവിതത്തിനോടുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ജീവിക്കണം എന്നൊരു ഉറച്ച വിശ്വാസം, ഉറച്ച തീരുമാനമൊക്കെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ജീവിക്കും. അപ്പോൾ ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകാദശി ഞാൻ വ്രതം അങ്ങനെ എടുക്കാറില്ല, വ്രതം എടുത്തിട്ടില്ല. അത് കൃഷ്ണൻ്റെ കാര്യം എന്നല്ല, അങ്ങനെ വ്രതം എടുക്കാറില്ല. ഒരു ദിവസം അങ്ങനെ എടുക്കുമായിരിക്കും, എന്നാലും ഉപവാസം എടുത്തിട്ട് അങ്ങനെ ഞാൻ പോയിട്ടില്ല. 3 ദിവസമൊക്കെ ഞങ്ങൾ അല്ലാതുള്ള അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഫുള്ളായിട്ട് വിശന്നിരുന്ന് അങ്ങനെ ഒരു ഇത് എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കാത്തത് കൊണ്ട് ഭയങ്കര വിഷമവും സങ്കടം ഇപ്പോഴും ഉണ്ട്. വിശപ്പും സഹിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, തലവേദന അങ്ങനെയുള്ള വിഷയമൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കണം, കഴിച്ചേ പറ്റും എന്ന് പറയുമ്പം ഉപവാസം എന്ന് പറയുമ്പോൾ കഴിക്കാതെ തന്നെ നമ്മളത് ഉപവസിക്കണം. പക്ഷെ അന്നേരം നമുക്ക് അങ്ങോട്ട് ഒരു ഇത് വരത്തില്ല. അപ്പം അരി ആഹാരം ഒഴിച്ച് ബാക്കി കഴിക്കാമെങ്കിലും അതൊരു പൂർണ്ണ തൃപ്തി എനിക്കാകത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഏകാദശി വ്രതം എടുക്കുന്നവരോടും ബഹുമാനവും സ്നേഹവും അതിശയവും മാത്രം. അപ്പോൾ നാളെ ഏകാദശിയാണ്. ഏകാദശി പറയുന്നത് ഇന്ന് അതായത് നവംബർ 30 ഇന്ന് രാത്രി 9:30 മുതൽ തുടങ്ങും ഏകാദശി. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടത്. ഇന്ന് രാത്രി 9:30ക്ക് ഏകാദശി തുടങ്ങും. അപ്പോൾ ഏകാദശി കഴിഞ്ഞ് ഡിസംബർ 1 ഏകാദശി ഇന്ന് രാത്രി തുടങ്ങും. നാളെ ഏകാദശിയാണ്, മറ്റന്നാൾ ദ്വാദശിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് കാര്യങ്ങളും വരുന്ന ഈ 2-3 ദിവസങ്ങൾ. ഗുരുവായൂരൊക്കെ നമുക്ക് നല്ല തിരക്ക്, അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും തിരക്കാണ് ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ ഇന്നും കൂടി ഇനി പറയേ വേണ്ടല്ലേ. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. പോകാൻ പറ്റിയില്ലെങ്കിലും അവിടെ പോയി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഇത് എടുത്തിട്ട് അത് എനിക്ക് അത്ര അതിനെക്കുറിച്ച് അറിവൊന്നും ഇല്ലായിരുന്നു. ഏകാദശി എന്താണ് അതിൻ്റെ പിന്നിലെ കഥ, അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിലെല്ലാം ഓരോരുത്തരും ചാനലിങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്, ഇങ്ങനെ ഗുരുവായൂർ ബന്ധപ്പെട്ട ചാനലൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, ഇതൊന്നും അറിയത്തില്ലല്ലോ, ഇതൊന്നും ആരും പറഞ്ഞു തരുന്നില്ല, നമ്മളറിയാനും ശ്രമിക്കുന്നില്ലായിരുന്നു. അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ അറിയാൻ ശ്രമിച്ചപ്പോൾ ഒന്നും കുറേ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. നമ്മൾ രാമായണമൊന്നും ഫുള്ള് ഞാൻ വായിച്ചിട്ടില്ല. രാമായണം വായിച്ച് ഫുള്ള് അറിയാവുന്നൊരു വ്യക്തിയൊന്നും അല്ല. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു കുറവുകൾ നമുക്ക് എപ്പോഴും ഉണ്ട്, എനിക്കുണ്ട് എന്തായാലും. അപ്പോൾ ഈ കുഞ്ഞുണ്ണിക്കണ്ണനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. പിന്നെ അതുപോലൊരു കുഞ്ഞിനെ തരണം എന്നാണ് എനിക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥന, അനുഗ്രഹമൊക്കെ. എനിക്ക് അങ്ങനെ ദൈവത്തോടുള്ള പ്രാർത്ഥനയത് എന്നെ അങ്ങനെ അനുഗ്രഹിക്കണമെന്ന്. പിന്നെ എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ വിളിച്ച് അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിച്ചു തന്നപ്പോഴും നമുക്കൊന്നും തിരിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഞങ്ങൾ പിന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്കൊക്കെ കൃഷ്ണൻ എന്നോട് ഇച്ചിരി പിണക്കമായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമാണ്. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് ജീവനാണ്. എൻ്റെ എന്താ പറയുന്നത്, എനിക്ക് എൻ്റെ ജന്മം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ കൃഷ്ണനോട് മാത്രമേ ഉള്ളൂ, കൃഷ്ണ ഭക്തിയാണോ? അല്ല, കൃഷ്ണന് മാത്രമല്ല. ഇപ്പോൾ നാളെ ഏകാദശി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞത്. ഇതുവരെ എൻ്റെ ചാനലിൽ അങ്ങനെ കൃഷ്ണനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ ഏകാദശി എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങളുടെ പ്രത്യേകതകൾ കണ്ടതുകൊണ്ട് മാത്രം എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ കൃഷ്ണൻ്റെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് കൃഷ്ണൻ്റെ പാട്ട് കേട്ടു. അതോടൊപ്പം തന്നെ ഞാൻ ഫസ്റ്റ് കേട്ടുന്നത് ദിവസം വൃശ്ചിക മാസമാണ്, ശബരിമല സ്വാമിയുടെ സമയങ്ങളാണ്. ശരണയ്യപ്പ, സ്വാമിയെ ശരണയ്യപ്പ, അയ്യപ്പൻ്റെ ഒരു മാസമാണ് ഇതൊക്കെ. ഇവിടെയും ഇപ്പോഴും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഞാൻ ചെന്നൈയിലും ഒക്കെ ഞാൻ പോയ സമയത്തും ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയ സമയത്തും ഞാൻ കണ്ടുവന്നൊരു പ്രത്യേകതയാണ്. ചില അമ്പലങ്ങളിലൊക്കെ ഒരുമിച്ച് ഈ അയ്യപ്പനും കൃഷ്ണനും കൂടി ഇരിക്കുന്നത്, അയ്യപ്പനും ഗണപതി ഒരുമിച്ചിരിക്കുന്നതുണ്ട്. കൃഷ്ണനും അയ്യപ്പനും ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ അടുത്തടുത്തിരിക്കുന്നവരെ വിഗ്രഹങ്ങൾ അടുത്തടുത്ത്, അല്ലെങ്കിൽ ഇവർ മൂന്നുപേരും കാണും, ഗണപതി, കൃഷ്ണൻ, അയ്യപ്പൻ.
അപ്പോൾ അയ്യപ്പൻ്റെ മെയിൻ അമ്പലത്തിൽ ചെന്നാലും ഇവർ കാണും, ഇവർ രണ്ടുപേരും കാണും. ഗണപതിയുടെ മെയിൻ അമ്പലത്തിൽ ചെന്നാലും ഇവർ രണ്ടുപേരും കാണും. അപ്പം ഞാൻ ഇതെന്ത് ഇങ്ങനെ ഒരുമിച്ചിങ്ങനെ എപ്പോഴും ഇങ്ങനെ. പിന്നെ ചിലയിടത്ത് മുരുകനും കൃഷ്ണനും കാണും, മുരുകനും അയ്യപ്പനും കാണും. അപ്പം ഇവർക്കൊരു എന്താ പറയുക, എല്ലാ ദൈവങ്ങളുമായിട്ട് പരസ്പരം ഇതുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇത് കാണാൻ ഭയങ്കര സന്തോഷം. അയ്യപ്പനും കൃഷ്ണനും എന്തോ ഒരു പ്രത്യേക ഇതുപോലെ എനിക്കിത് എപ്പോഴും തോന്നാറുള്ളത്. എനിക്ക് അയ്യപ്പനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാര്യം 4 വയസ്സ് വരെ, ഞാൻ ജനിച്ച് 4ാമത്തെ വയസ്സ് വരെ എനിക്ക് സംസാരിക്കുമെങ്കിൽ അത്ര സ്ഫുടതയോടെ ഉള്ളൊരു അമ്മ അച്ഛ വിളിയൊന്നും എൻ്റെ നാക്കിൽ നിന്നിട്ടില്ലായിരുന്നു. അതാണ് എൻ്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംസാരിക്കുന്നൊരു കൊത്ത പോലെന്ന് പറയും. വെച്ചാൽ കൊത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, മനസ്സിലാവാതെ നമ്മൾ നാക്കൊക്കെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. എന്നുവെച്ചാൽ അത് ചിലർ നമുക്ക് സംസാരിക്കുള്ളതില്ലായിരുന്നു എനിക്ക്. അമ്മ അച്ഛ എന്ന് വിളിച്ചിട്ട് അങ്ങനെയുള്ള സാധാ കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രായത്തിൽ കാണിക്കുന്നതിലൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. ചെന്ന് സംസാരിക്കും. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ശബരിമല അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ശബരിമല ഇതാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ശബരിമല പോയിട്ടില്ല, അതെൻ്റെ വലിയൊരു വിഷമം തന്നെയാണ്. 19 വയസ്സ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകണം. അന്നേരം ജീവനും ഒക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകും അയ്യപ്പനെ കാണാൻ. ശബരിമല തന്നെ ഞാൻ പോവും. കന്നിക്കെട്ടായിട്ട് ഞാൻ പോയിരിക്കും. കുഞ്ഞുനാളിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, എന്നെ കൊണ്ടുപോയിട്ടുമില്ല. അതിനൊരു വിഷമമുണ്ട്. ബാക്കി എല്ലാ അമ്പലങ്ങളും നമുക്ക് പോകണമെങ്കിൽ ഇവിടെ നമുക്ക് പോകാൻ പറ്റാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച എൻ്റെ അമ്മ. അതിന് ശേഷമാണ് അത് നമ്മുടെ വിശ്വാസമോ സത്യമോ, മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അവിശ്വാസമായിരിക്കാം, പലതും പറയും. പക്ഷേ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് തന്നെയാണ്, അതിന് ശേഷമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇപ്പോൾ സംസാരിക്കാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം അമ്മ ഇപ്പം ഇച്ചിരി സംസാരം അധികമാണ്, കൂടുതലാണ്. സംസാരം കൊണ്ടുള്ള ബുദ്ധിമുട്ടും വഴക്കൊക്കെ വീടുകളിൽ വന്ന സമയത്ത് എൻ്റെ അമ്മ പറയും, ഇതിലും ഭേദം നീ ഭൂമിയായിട്ട് നടക്കുന്നതായിരുന്നു, ഒന്നും മിണ്ടാതിരിക്കുന്നതായിരുന്നു. അച്ഛ അമ്മ എന്നൊക്കെ വിളിയൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് ദൈവത്തെ വിളിച്ചങ്ങ് പ്രാർത്ഥിച്ച് അവസാനം ദൈവം അനുഗ്രഹം തന്നു. പക്ഷെ എന്ത് ചെയ്യും, ഇപ്പം ആ കൊണ്ട് ഞങ്ങളെ അധികം ബുദ്ധിമുട്ടുന്നതെന്ന്. ശരിയാണ്. പക്ഷേ അതുകൊണ്ട് എനിക്ക് അയ്യപ്പനോട് ഒരു കണക്ഷനുണ്ട് ഓൾറെഡി. പിന്നെ എൻ്റെ നാള് രോഹിണിയാണ്. കൃഷ്ണനായിട്ട് എന്തായാലും ഒരു ബന്ധം വരുമല്ലോ. അങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും, ജീവിതത്തിൽ നമ്മൾ വന്ന വഴിയൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു 100 കാര്യം എടുത്തു കഴിഞ്ഞാൽ 98 നഷ്ടങ്ങളാണ്. പക്ഷേ ബാക്കി 2 കാര്യങ്ങളും നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവനും ആപത്ത് വരാതെ ഒരുപാട് ബുദ്ധിമുട്ടി ആശുപത്രിയിലൊക്കെ നമ്മൾ മരണക്കിടക്കയിലെ കിടക്കുന്ന നമ്മൾ ഒരുപാട് മരണത്തെ മുഖാമുഖം കണ്ട സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർക്കായാലും എനിക്കായാലും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള ചിലപ്പം വലിയ പണവും തന്നിട്ടില്ലായിരിക്കും, പൈസയും തന്നിട്ടില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം ദൈവം തന്നത്. അതിൽ നമുക്ക് പരാതി എനിക്കുണ്ടെങ്കിലും ഞാനത് പരാതി ദൈവത്തോടെ പറയത്തുള്ളൂ. നമ്മളെ ഇങ്ങോട്ട് ജനിപ്പിച്ച് വിട്ടത് ദൈവം തന്നെയാണ്. അപ്പോൾ അതിനും നമുക്ക് പരാതിയൊക്കെ സങ്കടമൊക്കെ വരും. നമ്മൾ വിളിച്ചിങ്ങനെ പരാതിയും പരിവൊക്കെ പറയും. അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് കരയും. കൃഷ്ണൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കൃഷ്ണനോടും ദൈവമാരോടൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ പറയും, അങ്ങനെ ഇല്ലേ നിങ്ങൾ ഇങ്ങനെ ഇല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കും. മനുഷ്യന്മാരോടല്ല, ദൈവത്തിനോട് ചോദിക്കുക. അതെൻ്റെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം. ആ ഒരു സമാധാനത്തിലായി തിരിച്ച് വീട്ടിൽ വരുന്നത്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലോ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം ഒരു കയറ്റം ഇറക്കമൊക്കെ കാണും എല്ലാവർക്കും. അതുപോലെ എനിക്കൊരു ദിവസം വരുമല്ലോ എന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത്. പിന്നെ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി കൃഷ്ണന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം. അയ്യപ്പൻ്റെ പാട്ട് പുറകെ വരുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ കൃഷ്ണന് വേണ്ടിയിട്ട് നാളെ ഏകാദശി തുടങ്ങുന്നതുകൊണ്ട്, ഇന്ന് തുടങ്ങുന്നുണ്ട്, നാളെ ഏകാദശിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു പാട്ട്, കൃഷ്ണന് വേണ്ടിയിട്ടുള്ള പാട്ട് ഞാൻ പാടുന്നതാണ്. ആരും കേൾക്കണം കേട്ടോ.